തമിഴ്നാട്ടിലെ ചെന്നൈയിലേക്ക് വിജയ് ദളപതിയെ കാണാനുള്ള യാത്രയിലാണ് ഞങ്ങൾ ചെന്നൈയിൽ സന്ധ്യാസമയത്തെത്തി. ചെന്നൈയിൽ രാത്രി തങ്ങിയ ശേഷം പിറ്റേ ദിവസം രാവിലെ നമ്മുടെ വിജയ് സാറിനെ കാണാനുള്ള യാത്രയ്ക്കായിട്ട് നമ്മുടെ ഇലക്ട്രിക്കൽ വാഹനത്തിലൊക്കെ കയറി വിജയുടെ ടി വിക്കയുടെ പാർട്ടി ഓഫീസിലേക്കുള്ള യാത്ര മധ്യയിലാണ് ഞങ്ങൾ. സുഹൃത്തുക്കളെ, ഹീറോയിസം എന്ന് പറഞ്ഞാൽ ഇതാണ്. നമ്മുടെ ഈ യാത്രയിൽ മധ്യേ കണ്ട കുറച്ച് കാഴ്ചകൾ നമുക്ക് വിവരിക്കാൻ പറ്റില്ല. ഈ കയറിയ ആ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ വിജയ് സാർ നടപ്പാക്കിയ ഭരണപരിഷ്കാരങ്ങൾ ഒന്ന് നോക്കിക്കാണുകയും ചെയ്തുകൊണ്ടാണ് ഞങ്ങളുടെ യാത്ര തുടരുന്നത്. നമുക്കറിയാം, പോകുന്ന വഴിയിലൊക്കെയും കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പിൽ വരികയായിരുന്നെങ്കിൽ നമുക്ക് കാണാം മുട്ടിന് ബാറുകളും മറ്റേ ബിവറേജ് ഷോപ്പുകളൊക്കെ ആയിരുന്നു. ഇപ്പോഴീ വഴിയിലൊന്നും ബിവറേജ് ഷോപ്പുകളും ബാറുകളും ഒന്നും കാണാനില്ല. കാരണം നമുക്കറിയാം, മദ്യശാലകൾ മിക്കതും അടച്ചു പൂട്ടി. ഇവിടെ മറ്റേ ഈ മദ്യശാലകളുടെയൊക്കെ മുൻപിൽ അനവധി ആളുകൾ കൂട്ടം കൂടി നിൽക്കുകയും മദ്യപിച്ച് വഴി കിടക്കുകയും ഒക്കെ ചെയ്ത് കാണുമായിരുന്നു. ചെന്നൈയിൽ 2 മാസം മുമ്പ് വരെ വന്നവർക്കറിയാം. പക്ഷേ ഇന്നിപ്പോൾ സംഭവിച്ചെന്താ, സ്കൂളുകളുടെ അടുത്തൊന്നും ഇപ്പോൾ മദ്യശാല, സ്കൂളുകളുടെ ഇടം 186 മദ്യശാലകളാണ് നമ്മുടെ നാട്ടിൽ കൂട്ടിയത്. ഇത് കണ്ടില്ലേ, നമ്മുടെ നാട്ടിലെ ചക്കപ്പഴമില്ലേ, വരിക്കയും കൂഴയൊക്കെ ഉണ്ടല്ലോ, റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അത് നല്ല വിലക്കാണ് ഇവിടെ പോകുന്നത്. നല്ല രീതിയിൽ ആളുകൾ വന്നിട്ട് കഴിക്കുകയും ഒരു പ്ലേറ്റിന് ഏതാണ്ട് 50 രൂപയോ 60 രൂപയൊക്കെയാണ്. നമ്മൾ പറഞ്ഞു വന്നത്, സ്കൂളിൻ്റെ തൊട്ടടുത്ത് മറ്റേ ഈ സ്കൂളിലൊക്കെ അറിയാം, സ്കൂളിലൊക്കെ വരുന്ന കുട്ടികളൊക്കെ മദ്യം കുടിക്കുന്ന റിപ്പോർട്ടുകളൊക്കെ വന്നത്. അവിടുത്തെ പഴയ ഗവൺമെൻറ് ഒന്നും ചെയ്യാനൊന്നും പറ്റിയില്ല. ഇപ്പോൾ 186 മദ്യശാലകളാണ് സ്കൂളിൻ്റെ അടുത്തുള്ള തന്നെ തമിഴ്നാട്ടിൽ പൂട്ടിയത്. പിന്നെ ഈ ആരാധനാലയങ്ങളിൽ ബന്ധപ്പെട്ട് അടുത്ത് കിടക്കുന്ന മദ്യശാലകൾ 276 എണ്ണമാണ് മൊത്തം പൂട്ടിയത്. ഒക്കെ നല്ല കാര്യം തന്നെയല്ലേ, ഹീറോയിസമാണ്. ഇതാണ് ഹീറോയിസം. പിന്നെ ബസ് സ്റ്റാൻഡുകളുടെ അടുത്തുള്ള മദ്യശാലകളും ബിവറേജ് ഔട്ട്ലെറ്റുകളും അതും പൂട്ടി. അതായത് 255 എണ്ണം പൂട്ടിയിട്ടുണ്ട്. ഇതൊക്കെയല്ലേ ഹീറോയിസം എന്ന് പറയുന്നത്, അല്ലേ? നമ്മുടെ വിജയ് ദളപതി. തന്നെയല്ല, വലിയൊരു കാര്യമുണ്ട് നമുക്ക് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നാം. എന്താണെന്നറിയാമോ, ഇവിടുത്തെ ജയിൽ പുള്ളികളൊക്കെ ചിക്കനും ബീഫും സ്പെഷ്യലും ഒക്കെയായിരുന്നു. കൊലപാതകവും പീഡനവും മറ്റ് ചതിയും വഞ്ചനയും ഒക്കെ ചെയ്ത് കിടക്കുന്ന പ്രതികൾക്ക് ചിക്കനും മട്ടനും അടിപൊളി വിഭവസമൃദ്ധമായ ആഹാരങ്ങളാണ് കൊടുത്തുകൊണ്ടിരുന്നത് തമിഴ്നാട്ടിൽ. ഇപ്പോൾ എന്താ, അതൊന്നും വേണ്ട, കഞ്ഞിയും പയറും കൊടുത്താൽ മതിയെന്ന് ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മുടെ വിജയ് സാറ്. അവർ കഞ്ഞിയും പയറും കുടിക്കട്ടെ, എന്നിട്ട് ആ ചിക്കനും ബീഫും എടുത്ത് സ്കൂൾ കുട്ടികൾക്ക് കൊടുക്കാനുള്ള തീരുമാനത്തിൽ, ഒരു അടിപൊളി തീരുമാനത്തിൽ നമ്മുടെ വിജയൻ എത്തിയിരിക്കുകയാണ്. കേരളത്തിൽ നമുക്കറിയാം, കേരളത്തിൽ ഇവന്മാർ ചിക്കനും മട്ടനും ബിരിയാണി എല്ലാം കൊടുത്ത് ഇവന്മാർ കൊഴുത്ത് തടിച്ചാണ് ഓരോ തൂക്കിക്കൊല്ലണ അല്ലെ വിധി നിയമപരമായിട്ട് ശരിക്ക് ശിക്ഷ കിട്ടുന്ന ആളുകളൊക്കെ കൊഴുത്ത് തടിച്ച് കിടക്കുക നമ്മുടെ ജയിലുകളിൽ, അല്ലേ? ഇതൊക്കെ മാറണം. വിജയ് സാർ ഇങ്ങോട്ട് വരണം. ഇവിടുത്തെ വിജയ് സാറിൻ്റെ പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വരട്ടെ. ഇതിനൊക്കെ ഒരു അറിവ് നമുക്ക് വരുത്താൻ പറ്റും. സുഹൃത്തുക്കളെ, അങ്ങനെ വന്ന് ഞങ്ങൾ ടി വി കെയുടെ ആസ്ഥാനത്തെത്തി. വിജയുടെ ടി വി കെ എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ മെയിൻ ആസ്ഥാനത്ത് ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. വിജയ് സാറിൻ്റെ കാരവൻ്റെ മുന്നിലൊരു ഫോട്ടോ, പിന്നെ ഡോക്ടർ ബി ആർ അംബേദ്കർ, കാമരാജ്, തന്തൈ പെരിയാർ, അത് ഇവരുടെയൊക്കെ മുമ്പൊരു ഫോട്ടോ, ഡോക്ടർ എ ബി സാറും കൂടെയുണ്ട്. ആ ഫോട്ടോ എടുത്ത ശേഷം വീണ്ടും ഞങ്ങൾ യാത്ര തുടരുകയാണ്. ഇനി ഞങ്ങൾ യാത്ര തുടരുന്നത് നേരെ നമ്മുടെ നിയമസഭാ മന്ദിരത്തിലേക്കാണ്. ഒരു അപ്പോയിൻമെൻറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. മറീന ബീച്ചിൻ്റെ സൈഡിലേക്കുള്ള യാത്ര ഏറ്റവും നല്ലൊരു അനുഭവമാണ്. നമുക്കറിയാം, പണ്ട് സുനാമിയുടെ തിരമാലകൾ 40 അടി പൊക്കത്തിലേക്ക് വന്ന് പതിച്ച സ്ഥലമാണിത്, മറീന ബീച്ച്. ഏകദേശം 4000-ൽ പരം ആളുകൾ മരണമടഞ്ഞ ഒരു കടലോര പ്രദേശമാണ് മറീന ബീച്ച്. ആ മറീന ബീച്ചിൽ കൂടി ഇപ്പം യാത്ര ചെയ്യുമ്പോൾ അന്ന് നടന്ന ദുരന്തങ്ങളുടെ ഓർമ്മ നമ്മളെ തീർച്ചയായിട്ടും വേദനിപ്പിക്കുന്നുണ്ട്.
ഏതായാലും മറീന ബീച്ചിൻ്റെ ആ കാഴ്ചകൾ കണ്ടുകൊണ്ടുള്ള ഒരു വലിയ യാത്ര, ചെന്നൈ യാത്രയിൽ നമുക്ക് ഏറ്റവും സുഖം പകരുന്ന ഒരു അനുഭവമാണ്. ഞങ്ങൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ നമ്മുടെ തമിഴ്നാടിൻ്റെ ഭരണസിരാകേന്ദ്രമായ നിയമസഭാ മന്ദിരത്തിലേക്ക് ചെല്ലുകയാണ്. അവിടുത്തെ നമ്മൾ ആ ഒരു രാഷ്ട്രീയ ചർച്ചയുമായി ബന്ധപ്പെട്ടും കേരളത്തിൽ TV എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സാന്നിധ്യം അറിയിക്കുവാനും ആഗ്രഹിച്ചുകൊണ്ടുള്ളൊരു യാത്രയാണ് ഞങ്ങളുടെ. ഏതായാലും അതിലേക്ക് അടുക്കുകയാണ്. മെറീന ബീച്ചിൻ്റെ കാഴ്ചകൾ ഇപ്പോഴും കാണുന്നത് ആ നീണ്ടു കിടക്കുന്ന വളരെ കിലോമീറ്റർ ദൈർഘ്യമുള്ള മറീന ബീച്ചിലെ ആ ഒരു സുഖകരമായ അനുഭവം, അവിടുത്തെ കാറ്റും അവിടുത്തെ വൃത്തിയുള്ള അവിടുത്തെ കടൽത്തീരവും ഒക്കെ കണ്ടുള്ള യാത്ര നമുക്ക് ഏറ്റവും മനോഹരമായ ഒരു അനുഭവമാണ്. നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് ഇനി ഏതാനും കിലോമീറ്ററുകൾ മാത്രമേ ഉള്ളൂ. അവിടെ ചെന്നുള്ള അസുലഭ നിമിഷം അത് നമ്മൾ ആഗ്രഹിച്ച പ്രകാരം നടക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയിലാണ് ഞങ്ങൾ ഈ വാഹനത്തിൽ യാത്ര ചെയ്യുന്നത്. നമുക്കറിയാമല്ലോ, കേരളത്തിൽ സാധാരണക്കാരായ ആളുകൾ പോസ്റ്റർ ഒട്ടിച്ചും കൊടി പിടിച്ചും സമരം നടത്തി ജയിലിൽ പോയി കോൺഗ്രസിൻ്റെയും കമ്മ്യൂണിസ്റ്റിൻ്റെയും എല്ലാ പാർട്ടികൾക്കും വേണ്ടി അടിമപ്പണി ചെയ്യുന്ന ആളുകൾ ഉള്ളൊരു സംസ്ഥാനമാണ് ഇപ്പോഴും കേരളം. എന്നാൽ അതിനൊക്കെ മറുപടി ഈ വിജയ് സാറിൻ്റെ ഒരു രാഷ്ട്രീയ പാർട്ടി ആത്മാർത്ഥതയോടെ ഇപ്പം തമിഴ്നാട്ടിൽ വന്നതുപോലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സാന്നിധ്യം നമ്മൾ ആഗ്രഹിച്ച് പോകുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഇല്ല. വർഷങ്ങളായിട്ട് നമുക്കറിയാം, ഈ ഇടുക്കിയിലായാലും പാലക്കാട്ടായാലും പത്തനംതിട്ടയിലായാലും ആദിവാസികളെ ഇപ്പോഴും കുടിയിറക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ മുതലാളിത്ത ജന്മി വ്യവസ്ഥയിൽ അടിയുറച്ച് സപ്പോർട്ട് കൊടുക്കുന്ന ഇപ്പോഴത്തെ രാഷ്ട്രീയക്കാരെപ്പോഴും ഇപ്പോഴും കേരളം ഭരിക്കുന്നത് നമുക്കറിയാം. അങ്ങനെയുള്ള ആളുകളുടെ ഒരു ഉദാഹരണത്തിന് വേണ്ടിയാണ് തീർച്ചയായിട്ടും TV എന്ന രാഷ്ട്രീയ പാർട്ടി നമുക്കിവിടെ വരേണ്ടത്. തീർച്ചയായിട്ടും അതിന് ജനങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകും. ഇനി പോസ്റ്റർ ഒട്ടിച്ചും കൊടി പിടിച്ചും ഈ സാധാരണക്കാരൻ വീണ്ടും മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ രാഷ്ട്രീയ അടിമകളാകാതെ ഒരു വലിയ സ്വപ്നം കണ്ടാണ്, ആ സ്വപ്നത്തിനൊരു പങ്കാളിയാകാനാണ് ഞങ്ങളുടെ ഈ യാത്ര എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സത്യത്തിൽ കേരളത്തിൽ ഇപ്പോൾ മതേതരത്വമുണ്ടോ? സമത്വമുണ്ടോ? ഇല്ല. സാമൂഹിക സമത്വവും തുല്യതയുണ്ടോ? ഇതൊന്നും ഇപ്പോൾ ഇല്ല. ഇതെല്ലാം നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. നമുക്കറിയാമല്ലോ, നിതിൻ രാജ് എന്ന ആ പാവപ്പെട്ട പയ്യനെ ബിൽഡിങ്ങിൽ നിന്ന് മുകളിൽ നിന്ന് തള്ളിയിട്ട് കൊന്നതാണോ അല്ലെങ്കിൽ അവൻ ആത്മഹത്യ എന്തുമായിക്കോട്ടെ, ആ ഒരു ക്രൈം നടന്നിട്ട് ഇവിടെ ഇപ്പോൾ അന്ന് സമരം വെച്ചവർ കുറച്ച് പേര് ഇന്ന് സമരം വെക്കുന്നില്ല. എന്ത് ബഹളമായിരുന്നു. ഇന്ന് കോൺഗ്രസ് വന്നപ്പോൾ കോൺഗ്രസിൻ്റെ ആളുകൾ സമരം വെച്ചു, അവന്മാരൊപ്പം മിണ്ടാതിരിക്കുന്നു. കുറച്ച് പേര് അന്ന് സമരം ഇല്ലാത്തവർ ഇന്ന് സമരത്തിൽ ഇറങ്ങുന്നു. ഇതൊക്കെ എന്തൊരു സത്യത്തിൽ നമ്മുടെ ഈ അവസരവാദ രാഷ്ട്രീയത്തെ തീർത്ത് കളയാൻ വേണ്ടി വിജയ് സാറിവിടെ വന്നേ പറ്റൂ. അതിനുള്ള ഞങ്ങളുടെ യാത്ര സഫലമാകും തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഈ അവസരവാദ രാഷ്ട്രീയം ഇലക്ഷൻ വന്നാൽ പെട്ടെന്ന് എന്ന് സമുദായ ജാതി നേതാക്കന്മാരുടെ കാല് പിടിച്ചുകൊണ്ട് മതേതരത്വത്തെ കുഴിച്ചുമൂടുന്ന ഈ ഒരു രാഷ്ട്രീയ സംവിധാനം കേരളത്തിൽ നിന്ന് എന്നേക്കുമായി പോകണം. വിജയ് സാറിൻ്റെ പാർട്ടി ഇവിടെ വരുമ്പോഴത്തേക്ക് ആ കാര്യങ്ങൾക്കെല്ലാം തീരുമാനം ഉണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല.
സുഹൃത്തുക്കളെ, അതുകൊണ്ട് ഞങ്ങൾ നിയമസഭയുടെ അടുത്തെത്തിയിരിക്കുന്നു. അവിടെ ആദ്യത്തെ ഗേറ്റും കിടന്നൊന്ന് പോകണം. ആദ്യത്തെ ഗേറ്റ്, രണ്ടാമത്തെ ഗേറ്റ്, മൂന്നാമത്തെ ഗേറ്റ്. ഇന്ന് ഏറ്റവും ഹൈ സെക്യൂരിറ്റിയാണ്. അദ്ദേഹത്തിന് വീട്ടിൽ നിന്ന് ചുറ്റുപാത്രത്തിന് ആഹാരം വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് നമ്മുടെ CM കഴിക്കുന്നത്. നമ്മൾ അടുത്തെത്തിയിരിക്കുകയാണ്. ഇനിയിപ്പം ബാക്കി നടപടികളെല്ലാം കഴിഞ്ഞ ശേഷം നമുക്ക് മടങ്ങാമെന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും നമ്മുടെ TVK എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ തമിഴ്നാട്ടിലെ വിജയം പോലെ തന്നെ കേരളത്തിലും ഒരുപക്ഷെ അത് KVK ആയിട്ടാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലത്. നമ്മൾ വിജയ് സാറിൻ്റെ ഓഫീസിലെത്തി അപ്പോയിൻമെൻറ്റ് നമുക്ക് ലഭിച്ചു. അത് നെക്സ്റ്റ് മന്ത് അല്ല അടുത്ത മാസത്തേക്ക് അപ്പോയിൻമെൻറ്റ് കൂടിക്കാഴ്ച നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഡേറ്റിനുള്ള കാര്യങ്ങൾ മാത്രം നമുക്ക് കൺഫേം ആകാനുണ്ട്. ഏതായാലും അത്രയും വലിയൊരു ആളുടെ ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടുക എന്നുള്ളത് നമുക്കും അതൊരു വലിയ ഭാഗ്യമായി കരുതുന്നു. അങ്ങനെ കേരളത്തിൽ വിജയ് സാറിൻ്റെ രാഷ്ട്രീയ പാർട്ടി ഒരു മൂന്നാം മുന്നണി എന്ന സ്വപ്നങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്കതിനായി കൈകോർക്കാം. നിലവിലുള്ള രാഷ്ട്രീയം മടുത്ത എല്ലാവർക്കും ഹാർദവമായി സ്വാഗതം.